രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന കോഴിക്കോട് ഉള്ളിയേരിയിൽ സിപിഎമ്മിനെ വെല്ലുവിളിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം. സിപിഎം അക്രമം തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് ഡിസിസി പ്രസിഡന്റ് ടി സിദ്ദിഖ് പറഞ്ഞു. വിശദാംശങ്ങൾ കെ സി ബിബിൻ നൽകും. ബിബിൻ, സിപിഎം അക്രമങ്ങളെ എങ്ങനെ നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം? അനില, നൂറുകണക്കിന് പേർ പങ്കെടുത്ത കൂറ്റൻ പ്രതിഷേധ പ്രകടനമാണ് അല്പം മുമ്പ് ഉള്ളിയേരിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ചത്. 3 ദിവസമായി പ്രദേശത്ത് കോൺഗ്രസ് സിപിഎം സംഘർഷം നിലനിൽക്കുകയാണ്. സിപിഎം അക്രമം തുടർന്നാൽ അതേ രീതിയിൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് ഡിസിസി പ്രസിഡന്റ് ടി സിദ്ദിഖ് പ്രതിഷേധ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. ഭീഷണി കൊണ്ടും അക്രമം കൊണ്ടും കോൺഗ്രസ് പ്രവർത്തകരെ പിന്നോട്ടടിക്കാമെന്ന് ആരും കരുതണ്ട. കോൺഗ്രസ് പ്രവർത്തകരുടെ കടകളും അതുപോലെ തന്നെ വീടുകൾക്ക് നേരെയും അക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം ചെലവുകളും ഇതെല്ലാം തന്നെ നാശനഷ്ടങ്ങളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുമെന്നും സിദ്ദിഖ് പറഞ്ഞു. ഒപ്പം തന്നെ അക്രമങ്ങൾക്ക് പോലീസ് കൂട്ടുനിൽക്കുകയാണെന്ന ആരോപണമാണ് യോഗം ഉദ്ഘാടനം ചെയ്ത കെപിസിസിയുടെ ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ യോഗത്തിൽ പറഞ്ഞത്. ഡിസിസി പ്രസിഡന്റിനെ ഉള്ളിയേരിയിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ സിപിഎമ്മിന്റെ പ്രാദേശിക നേതാവ് പ്രസംഗിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഉള്ളിയേരിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമായിരുന്നു ഉള്ളിയേരിയിൽ ഇന്നുണ്ടായിരുന്നത്. ശരി, രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന കോഴിക്കോട് ഉള്ളിയേരിയിൽ സിപിഎമ്മിനെ വെല്ലുവിളിച്ച